ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നന്നാറി കളച്ചെടുത്ത വേരാണിത്. കണ്ടോ, നറുനീണ്ടി നന്നാറി എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സർബത്ത് സിറപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന സർബത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പാലക്കാടുകാർക്ക് പ്രത്യേകിച്ച് വേനലായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടും, അപ്പം എല്ലാവർക്കും സർബത്ത് കുടിക്കലാണ് പണി. അപ്പം നന്നാറി നമ്മുടെ ഫാമിലുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നാറി ബോംബെ നന്നാറി എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കളച്ചെടുത്ത വിത്താണ്. 1.5 വർഷം കഴിഞ്ഞാണ് അത് പറിച്ചെടുത്തത്. അതിൻ്റെ കിഴങ്ങ് നമുക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ കട്ടായിട്ടുണ്ട്. അത് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1-1.5 കിലോ കിട്ടി ഒരു ജോഡ് മുറിച്ചപ്പോൾ. അപ്പോൾ അതാണിത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു സർബത്ത് ഉണ്ടാക്കാനാണ്, സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. സിറപ്പ് ഉണ്ടാക്കി സർബത്ത് ഉണ്ടാക്കി കുടിക്കാൻ. അപ്പോൾ അതിന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ മണ്ണിന് അടിയിലായതുകൊണ്ട് തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. പല പ്രാവശ്യം ക്ലീൻ ചെയ്താലേ അത് നമുക്ക് വൃത്തിയായി കിട്ടുള്ളൂ. അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത ഏകദേശം ഒരു 150 ഗ്രാം പോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഞാനിത് തൊലിയും കൂടെ അങ്ങ് കളഞ്ഞതാണ്. എല്ലായിടത്തും സർബത്ത് ഞാൻ നോക്കിയപ്പോൾ ഉണങ്ങിയത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഫ്രഷായി കിട്ടിയിട്ടുണ്ട്, നല്ല വാസനയുമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇടിച്ച് ചതച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് ഫ്രഷായി കിട്ടിയത് കൊണ്ട് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ വേര്. അപ്പോൾ ഈ വേരൊന്ന് മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു കല്ലിൽ വെച്ചൊന്ന് ചതച്ച് നോക്കാം. ഇതിങ്ങനെ ആയതുകൊണ്ട് നല്ല വാസനയാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് മുറിച്ച് പീസാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഇത് ഒരു ഇടികല്ലുണ്ട്. അപ്പോൾ ഇതേ വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഡ്രൈ ആയതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് എല്ലാവരും ചതക്കുന്നുണ്ട്. ഇത് പക്ഷേ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക്. അല്ലേ, നമുക്കതിനായിട്ട് ഒരു 1/2 കിലോ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. ഒരു കളറ് മാറ്റിയെടുക്കണം, കാരണം സിറപ്പിന് നല്ല കളറായിരിക്കുമല്ലോ. അപ്പം ഞാനൊരു 1/2 കിലോ പോലെ എടുത്തിട്ടുണ്ട്. ആകെ 2 കിലോയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വേഗം ഇളക്കണം, എന്നാലേ കളറ് മാറുള്ളൂ. അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കളറ് മാറി വരും. അതൊരു ബ്രൗൺ കളറായി തുടങ്ങി. ഒരു ഡാർക്ക് ബ്രൗൺ ആകുന്നവരെയാണ് നമുക്കിത് ചെയ്യേണ്ടത്. കാരണം ബ്രൗൺ കളറായിരിക്കും നമ്മുടെ ലിക്വിഡിന്. അപ്പോൾ ഈ വേറെ അഡീഷണൽ കളറൊന്നും ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ല, അഡിറ്റീവ്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതും വെളിയിൽ വാങ്ങിക്കുന്നതായിട്ട് വലിയ വ്യത്യാസം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ കളറാക്കുന്നത്. ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര സിറപ്പ്. അപ്പോൾ ഈ കളറിലേക്ക് വരും നമ്മുടെ സിറപ്പ്. ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണേ. നല്ല തിളച്ചിരിക്കുന്നത് കൊണ്ട് നല്ലപോലെ ആവി വരും, വെള്ളം വീഴുന്ന പോലെയല്ല. ഈ സിറപ്പ് നല്ല ഗോൾഡൻ കളറായി മാറി. ഈ സിറപ്പിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ലൈറ്റ് ഷെയ്ഡായി. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ, പെട്ടെന്നായിരിക്കും തിളക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന നന്നാറി ചേർത്ത് കൊടുക്കുകയാണ്. അതിനിപ്പോൾ തന്നെ കളറ് മാറി തുടങ്ങി. ഇതിട്ടിട്ട് നമുക്കൊരു 20-25 മിനിറ്റ്സ് തിളപ്പിക്കണം. എന്നാലാണ് നമുക്കിതിൻ്റെ സത്ത് മുഴുവനായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ. കുറച്ചൊരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ഏലക്ക മതിയേ. നമ്മളൊരു മണത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുക എന്നുള്ളതല്ല, ഒരു 25 മിനിറ്റ്സ്, അതായത് ഇതിൻ്റെ സത്ത് മുഴുവൻ നമുക്കൊന്ന് ഇറങ്ങി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 ലിറ്റർ വെള്ളം വെച്ച് വേറെ ഒരു പാത്രത്തിൽ പഞ്ചസാര ഷുഗർ ലായനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് നമുക്കിത് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ തന്നെ പഞ്ചസാര ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സിറപ്പ് നന്നായി തിളച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല കളർ വന്നു, ഗോൾഡൻ കളർ വന്നു. ഇതാണ് ശരിക്കുള്ള നന്നാരി സർബത്തിൻ്റെ കളർ. ഏലക്കായുടെ ഫ്ലേവർ, നല്ല മണമാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. എന്ത് ഫ്ലേവറാണെന്നറിയാമോ.
ഇനി നമുക്കിത് നമ്മുടെ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതെല്ലാം കൂടെ ഒരു പ്രാവശ്യം അരിച്ചാൽ മതി. ഇതെല്ലാം വലിയ പീസായതിന് നമുക്ക് വലിയൊരു സ്റ്റെയിനർ വെച്ച് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് സ്റ്റെയിൻ ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഈ സിറപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത്, അതായത് നന്നായി തിളപ്പിച്ച പാത്രങ്ങൾ ഉപയോഗിക്കുക, വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റിയ ഉണക്കിയ കുപ്പികൾ എടുക്കുക. അങ്ങനെയാണ് നമുക്ക് ലോങ് ലൈഫ് കിട്ടുള്ളൂ. ഇപ്പം ഇതിന് മൊത്തം ഒരു നല്ല ഗോൾഡൻ കളറായി മാറും. ഇനി നമുക്കിതൊന്നും ചെയ്യാനില്ല, നന്നായി തണുപ്പിക്കുക. തണുപ്പിച്ച ശേഷം നമ്മുടെ ബോട്ടിലാക്കി സൂക്ഷിക്കുക. ഗസ്റ്റ് വരുമ്പോൾ നമുക്കിത് ഓരോ ഗ്ലാസ്സിൽ എക്സ്റ്റൻഡായി ഒഴിച്ചു കൊടുക്കുക. നല്ല മധുരമുണ്ട്, അതുകൊണ്ട് അത്ര വേറെ വെള്ളം ചേർത്താലും നമുക്ക് വേറെ ഷുഗർ ഇടേണ്ട കാര്യമില്ല. നല്ല ഗോൾഡൻ കളറാണ്. നമുക്കൊരു നാരങ്ങ സർബത്ത് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം. വലിയ നാരങ്ങ ആണെങ്കിൽ അരമുറി നാരങ്ങ ചേർത്താൽ മതി. അതും സർബത്തും കൂടെ ചേർത്തിട്ട്, ഇതാണ് പാലക്കാട് കിട്ടുന്ന നല്ല നന്നാറി സർബത്ത്. അപ്പം നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അത് കണ്ടോ, അപ്പോൾ 2 ലിറ്റർ കിട്ടി. നമുക്ക് വെളിയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാകും? നമുക്കിത് എത്രയോ ചിലവ് കുറവായിട്ടാണ്. അത് മാത്രമല്ല നമുക്ക് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് മായമൊന്നും ഇല്ലയെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ നന്നാറി സർബത്ത്. ഓക്കെ, നല്ല കളറല്ലേ?